നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സിൻക്രണസ് ജനറേറ്ററിന്റെ അല്ലെങ്കിൽ ആൾട്ടർനേറ്റർ. സിൻക്രണസ് ജനറേറ്ററിന്റെ വേറെ പേരാണ് ആൾട്ടർനേറ്റർ. അപ്പൊ ആൾട്ടർനേറ്ററിന്റെ കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതിന്റെ മെയിൻ പാർട്സുകൾ, അതിന്റെ സ്റ്റേറ്റർ പാർട്ട് ഉണ്ടാവും, റോട്ടർ പാർട്ട് ഉണ്ടാവും, അതിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുക, ഏത് മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുക, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് എന്താണ് ആൾട്ടർനേറ്റർ അല്ലെങ്കിൽ എന്താണ് സിൻക്രണസ് ജനറേറ്റർ എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് ഈ സിൻക്രണസ് ജനറേറ്റർ അല്ലെങ്കിൽ ആൾട്ടർനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? അതൊന്നുമില്ല, അതായത് പവർ ജനറേഷൻ ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ്, പവർ ജനറേഷൻ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ജനറേറ്റർ. അപ്പോൾ ജനറേറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതായത് എനർജി പ്രൊഡക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ജനറേറ്റർ. അപ്പൊ ജനറേറ്റർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെക്കാനിക്കൽ എനർജി എന്തായിട്ട് മാറും? ഒരു ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ജനറേറ്റർ. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് AC ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ആൾട്ടർനേറ്റർ. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സപ്ലൈ AC ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ആൾട്ടർനേറ്റർ. അപ്പോൾ ആൾട്ടർനേറ്റർ എന്ന് പറഞ്ഞാൽ AC ജനറേറ്ററിന്റെ വേറൊരു പേരാണ് ആൾട്ടർനേറ്റർ. അതുപോലെ അതിനെ തന്നെയാണ് നമ്മൾ പറയുന്ന വേറെ പേരാണ് സിൻക്രണസ് ജനറേറ്റർ. അപ്പോൾ സിൻക്രണസ് ജനറേറ്റർ എന്ന് പറഞ്ഞാലും ആൾട്ടർനേറ്റർ എന്ന് പറഞ്ഞാലും എന്താണ്? സെയിം തന്നെയാണ്. അപ്പോൾ റോട്ടർ പാർട്ട് ഉണ്ട്. അപ്പോൾ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് ജസ്റ്റ് എഴുതാം. ഒന്നാമത്തെ പാർട്ടാണ് സ്റ്റേറ്റർ, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ റോട്ടർ. അപ്പൊ നമുക്കറിയാം സ്റ്റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷനറി പാർട്ടാണ്, റോട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? റൊട്ടേറ്റിംഗ് പാർട്ടാണ്. അപ്പൊ രണ്ട് സെക്ഷൻ ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റേറ്റർ പാർട്ടിലേക്ക് പോവാം. സ്റ്റേഷനറി ആയിരിക്കുന്ന പാർട്ടുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് നിങ്ങൾക്ക് അതിന്റെ ഫിഗർ കാണിച്ചിട്ട് സ്റ്റേറ്റർ പാർട്ട്, ഇതാണ് നമ്മളുടെ സ്റ്റേറ്റർ. അപ്പൊ സ്റ്റേറ്ററിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, സ്റ്റേറ്ററിൽ മെയിൻ ആയിട്ട് വരുന്നത് എന്താ? അതിന്റെ യോക്ക് അല്ലെങ്കിൽ ഫ്രെയിം. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്ററിൽ വരുന്നതാണ് ഫ്രെയിം ഓർ യോക്ക്. അപ്പോൾ മെയിൻ പാർട്ട് ഒന്ന് ഫ്രെയിം അല്ലെങ്കിൽ യോക്ക് എന്ന് പറയാം. ഇനി നോക്കുക, ഇനി എന്താ അതിന് വരുന്നത്? സ്റ്റേറ്റർ കോർ. അപ്പൊ സ്റ്റേറ്റർ വൈൻഡിങ് വെക്കാൻ വേണ്ടിയിട്ട് കോറുണ്ട്, ആ കോറാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇനി മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പാർട്സ് സ്റ്റേറ്ററിൽ വരുന്നതാണ്. ഒന്ന് സ്റ്റേറ്ററിന്റെ ഫ്രെയിം, നിങ്ങൾക്ക് നോക്കിയറിയാം. 2 സ്റ്റേറ്ററിന്റെ കോറ്, മൂന്നാമത്തെ സ്റ്റേറ്റർ വൈൻഡിങ്. ഇതാണ് സ്റ്റേറ്റർ പാർട്ട് വരുന്നത്. ഇനി റോട്ടർ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത് റോട്ടറിലേക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്കറിയാം റോട്ടറിൽ എന്തൊക്കെയുണ്ട്? റോട്ടർ പോളുണ്ട്, റോട്ടർ വൈൻഡിങ്സ് ഉണ്ട്, ബ്രഷ് ഉണ്ട്, ഫോർത്ത് വൺ സ്ലിപ്പ് റിംഗ് ഉണ്ട്. ഓക്കെ, അപ്പൊ റോട്ടറിന്റെ മെയിൻ പാർട്സ് നിങ്ങൾക്ക് നോക്കുക. റോട്ടറിന്റെ പോളുകൾ ഉണ്ടാവും, റോട്ടർ വൈൻഡിങ്സ് ഉണ്ടാവും, ബ്രഷ് ഉണ്ടാവും, അതുപോലെ സ്ലിപ്പ് റിംഗ് ഉണ്ടാവും. അപ്പൊ 4 റോട്ടറിന്റെ പാർട്സുകളാണുള്ളത്. ഇനി നമുക്ക് ഓരോ പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് ഈ പാർട്സ് ഒക്കെ എന്ത് വെച്ചിട്ട് മെയ്ഡ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫ്രെയിം അല്ലെങ്കിൽ യോക്ക്, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാം. യോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ്, ഏറ്റവും പുറത്ത് കാണുന്ന മെക്കാനിക്കൽ പ്രൊട്ടക്ഷന് വേണ്ടി നൽകുന്ന ഒരു ഫ്രെയിമിനെ നമ്മൾ പറയുന്ന പേരാണ് യോക്ക്. ഇത് മെയിൻ ആയിട്ട് നിർമ്മിക്കുന്നത് ചെറിയ മെഷീൻസ് ആണെങ്കിൽ നമ്മൾ കാസ്റ്റ് ചെയ്യണം, വലിയ മെഷീൻസ് ആണെങ്കിൽ അത് വെൽഡഡ് സ്റ്റീൽ ആയിരിക്കും നമ്മൾ അത് മേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക. അതുപോലെ സ്റ്റേറ്റർ കോർ നിർമ്മിക്കുന്നത് സിലിക്കൺ സ്റ്റീൽ ഉപയോഗിക്കും, അത് ലാമിനേഷൻ ചെയ്തിട്ടുണ്ടാവും. അതിലായിരിക്കും നമ്മുടെ ആർമേച്ചർ വൈൻഡിങ്സ് വൈൻഡ് ചെയ്യുക. സ്റ്റേറ്റർ വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമേച്ചർ വൈൻഡിങ്ങിന് തന്നെയാണ് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റേറ്റർ വൈൻഡിങ്. ഇത് നമുക്കറിയാം കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം വെച്ചിട്ടായിരിക്കും വൈൻഡിങ്സ് എല്ലാം നിർമ്മിച്ചിട്ടുണ്ടാവുക. ഇനി റോട്ടറിന്റെ സൈഡ് പോയി കഴിഞ്ഞാൽ റോട്ടർ പോൾസ് മെയിൻ ആയിട്ട് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒന്ന് സാലിയന്റഡ് പോളും അടുത്തത് നോൺ സാലിയന്റഡ് പോളും. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം.
ഇനി റോട്ടർ വൈൻഡിങ് അലുമിനിയം അല്ലെങ്കിൽ കോപ്പർ ഉപയോഗിച്ചിട്ടാണ്. ബ്രഷ് നിർമ്മിച്ചിരിക്കുന്നത് കാർബൺ ഉപയോഗിച്ചിട്ടാണ്. കാർബൺ ഗ്രാഫൈറ്റ് ബ്രഷ് ആയിരിക്കും ഉപയോഗിക്കുക. സ്ലിപ്പ് റിംഗ് എന്ന് പറഞ്ഞാൽ ഹാർഡ് ബ്രൗൺ കോപ്പർ കൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സ്ലിപ്പ് റിംഗ് നിർമ്മിക്കുക. ഇനി നമുക്ക് ഓരോ പാർട്ടിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് സ്റ്റേറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റേറ്ററിൽ ഒന്നാമത്തെ പാർട്ടായ യോക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. യോക്കിന്റെ ഫിഗർ കാണിച്ചാൽ ഇതാണ് യോക്ക്. അപ്പൊ നിങ്ങൾക്കറിയാം യോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പുറമേ കാണുന്ന ഒരു പാർട്ടാണ്. അപ്പൊ യോക്കിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് യോക്കിന് 2 ഫംഗ്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ. അപ്പൊ യോക്കിന്റെ ഫംഗ്ഷൻ ഒന്നാമത്തെ മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കുക. അതായത് ഉള്ളിലുള്ള നമ്മുടെ വൈൻഡിങ്ങുകളും കോറുകൾക്കും ഒക്കെ മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ, പുറത്തു നിന്നുള്ള ഇഞ്ചുറീസ് ഒന്നും വരാതിരിക്കാനുള്ള ഒരു മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ് നമ്മുടെ യോക്കിന്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തെ മാഗ്നറ്റിക് പാത്ത് ആയിട്ട് ഉപയോഗിക്കും. അപ്പൊ ഫ്ലെക്സുകൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു പാത്ത് കൂടിയാണ് എന്ത്, യോക്ക്. അപ്പൊ യോക്കിന് 2 ഫംഗ്ഷൻ, മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ ചെയ്യുക, മാഗ്നറ്റിക് പാത്ത് ആയിട്ട് എന്ത് ചെയ്യുക, ആക്ട് ചെയ്യുക. അപ്പൊ ഈ നമ്മളുടെ യോക്കിലായിരിക്കും, നിങ്ങൾക്ക് ഫിഗറിൽ നോക്കറിയാം, യോക്കിലായിരിക്കും നമ്മുടെ കോറുകളെല്ലാം എന്ത് ചെയ്യും, റിവെറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യും, നട്ട് ആൻഡ് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പൊ പോളുകളെല്ലാം വെൽഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടൈറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നത് യോക്കിലാണ്. അപ്പൊ യോക്കിലായിരിക്കും ബാക്കി എല്ലാ പാർട്സും നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കിയിരിക്കുന്നത്. പിന്നെ യോക്ക് നിർമ്മിച്ചിരിക്കുന്നത് സ്മാൾ മെഷീൻസ് ആണെങ്കിൽ, ചെറിയ മെഷീൻസ് ആണെങ്കിൽ അതിൽ കാസ്റ്റ് അയൺ ഉപയോഗിക്കും. ലാർജ് മെഷീൻ ആണെങ്കിൽ അതിൽ നമ്മൾ വെൽഡഡ് സ്റ്റീൽ ഉപയോഗിക്കും. അപ്പോൾ ഇതാണ് അതിന്റെ മെറ്റീരിയൽസ്. അപ്പോൾ സ്മാൾ മെഷീൻ ആണെങ്കിൽ കാസ്റ്റ് അയൺ ഉപയോഗിക്കും, ലാർജ് മെഷീൻ ആണെങ്കിൽ വെൽഡഡ് സ്റ്റീൽ ആയിരിക്കും അതിന്റെ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഏറ്റവും പുറത്ത് കാണുന്ന യോക്കിനെ കുറിച്ചുള്ള. ഇനി നമുക്ക് അടുത്ത പാർട്സ് നോക്കാം. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റർ കോർ ആണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റർ കോർ ആണ്. അപ്പൊ സ്റ്റേറ്റർ കോർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുന്ന നമ്മൾ ആർമേച്ചർ വൈൻഡിങ്സ് ആയിരിക്കും എന്ത് ചെയ്യുക, സ്റ്റേറ്റർ കോറിൽ വൈൻഡിങ് ചെയ്യുക. അപ്പൊ കോറിൽ ഇരിക്കുന്നത് എന്തായിരിക്കും, വൈൻഡിങ്സ് ആയിരിക്കും. അപ്പൊ വൈൻഡിങ്സ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, വൈൻഡിങ്സ് ചുറ്റുന്നതിന് വേണ്ടിയിട്ടാണ് കോർ ഉപയോഗിക്കുക. ഈ കോർ നിർമ്മിച്ചിരിക്കുന്നത് സിലിക്കൺ സ്റ്റീൽ ആണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് സിലിക്കൺ സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് അത് നിർമ്മിക്കുക. ഇത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ലാമിനേറ്റഡ് ആണ്. ലാമിനേറ്റഡ് ആയിരിക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഡി കറണ്ട് ലോസ് കുറയ്ക്കുന്നതിന് വേണ്ടി, ഹിസ്റ്റീരിയസ് ലോസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് സിലിക്കൺ സ്റ്റീലും ലാമിനേഷൻ കൂടി ചെയ്യുന്നത്. അപ്പൊ ആർമേച്ചർ വൈൻഡിങ് ചുറ്റുന്ന എവിടെയായിരിക്കും, നമ്മുടെ സ്റ്റേറ്റർ കോറിലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ ആണ്, ഇതാണ് സ്റ്റേറ്റർ കോർ. അപ്പൊ നിങ്ങൾക്ക് നോക്കുക, സ്റ്റേറ്റർ കോറിൽ എന്തൊക്കെ ഉണ്ടാവും, സ്റ്റേറ്റർ കോറിലാണ് നമ്മൾ വൈൻഡിങ്സ് ചുറ്റിയിരിക്കുന്നത്. ഈ കോർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ലാമിനേറ്റഡ് ആയിരിക്കും. അപ്പൊ ഇതാണ് സ്റ്റേറ്റർ കോർ. ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അടുത്ത പാട്ട് നോക്കുക, സ്ലോട്ട്സ്. അപ്പൊ ഒന്ന് വൈഡ് ഓപ്പൺ ആണ്, നിങ്ങൾക്ക് നോക്കാം. ഒന്ന് വൈഡ് ഓപ്പൺ, ഒന്ന് സെമി ക്ലോസ്ഡ്, ഒന്ന് ക്ലോസ്ഡ്. ഇങ്ങനെ 3 ടൈപ്പിലുള്ള സ്ലോട്ട്സുകളാണ് ഉപയോഗിക്കുക. ഇതിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, വൈൻഡിങ് ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മളുടെ മെയിൻ സ്റ്റേറ്ററിന്റെ പാർട്ട്. ഇനി നമുക്ക് റോട്ടറിന്റെ പാർട്ടിലേക്ക് പോവാം. നമ്മൾ ആൾട്ടർനേറ്ററിന്റെ റോട്ടറിന്റെ കൺസ്ട്രക്ഷനിലേക്ക് പോകാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പാർട്സ് ആണ്. നമ്മുടെ സിൻക്രണസ് ജനറേറ്ററിന്റെ റോട്ടറിനെ മെയിൻ ആയിട്ട് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. അതിൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലിയന്റ് പോൾ റോട്ടർ, രണ്ടാമത്തെ നോൺ സാലിയന്റ് പോൾ റോട്ടർ. അപ്പൊ നിങ്ങൾ നോക്കുക, റോട്ടറിനെ മെയിൻ ആയിട്ട് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും, സാലിയന്റഡ് പോളും നോൺ സാലിയന്റഡ് പോളും. അപ്പൊ നമുക്ക് ഫസ്റ്റ് സാലിയന്റഡ് പോളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സാലിയന്റഡ് പോൾ റോട്ടർ. അപ്പൊ അതിന്റെ ഡയഗ്രാം വരേണ്ടതെന്ന് നോക്കുക. അപ്പൊ സാലിയന്റഡ് പോൾ റോട്ടറിലേക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതില് പോൾസുകളുടെ ഷേപ്പ് നോക്കിയാൽ എങ്ങനെയായിരിക്കും, പ്രൊജക്റ്റഡ് ആണ്. അപ്പൊ പുറത്തേക്ക് എന്ത് ചെയ്യും, പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ഷേപ്പിലാണ്
സാലിയന്റഡ് പോൾ റോട്ടർ ഇരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പോൾസ് ഒക്കെ എങ്ങനെയായിരിക്കും? പ്രൊജക്റ്റഡ് ഷേപ്പ് ആയിരിക്കും. അതുപോലെ നമ്പർ ഓഫ് പോൾസ് നിങ്ങൾക്ക് നോക്കിയറിയാം. കുറെ നമ്പർ ഓഫ് പോൾസ് എന്ന് പറഞ്ഞാൽ അതിലെന്താണ് വളരെ കൂടുതലാണ്. അപ്പൊ പോൾസ് കൂടിയാൽ സ്പീഡ് എന്ത് ചെയ്യും? കുറയും. അപ്പൊ ഈ ഒരു റോട്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ സ്പീഡിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പോൾസ് ഒക്കെ എന്തായിരിക്കും? പ്രൊജക്റ്റഡ് ആയിരിക്കും. പിന്നെ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അതിന്റെ പോളിന്റെ ഫേസ് ഒക്കെ എന്തായിരിക്കും? നോൺ യൂണിഫോം അല്ല. അപ്പൊ ഫ്ലക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താവും? യൂണിഫോം അല്ല. അങ്ങനെ നോൺ യൂണിഫോം അല്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഡാമ്പർ വൈൻഡിങ്സ് ഉപയോഗിച്ചത്. അപ്പൊ നിങ്ങൾക്ക് പോളിന്റെ ഫേസിലേക്ക് നോക്കിയാൽ അറിയാം എന്താണ് അതിന്റെ ഫ്രണ്ടിലായിട്ട് ഡാമ്പർ വൈൻഡിങ് ഉപയോഗിക്കുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ലോഡ് കൊടുക്കുന്ന സമയത്ത് സ്പീഡിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ആ വേരിയേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുക? ഡാമ്പർ വൈൻഡിങ്സ് എല്ലാം എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. അപ്പോൾ അതുപോലെ ഇതിന്റെ ആക്സിൽ ലെങ്ത്തും ഡയമീറ്റർ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇതിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഡയമീറ്റർ കൂടുതലാണ്. ആക്സിൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റോട്ടറിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പോൾ ഡയമീറ്റർ കൂടുതലും ആക്സിൽ ലെങ്ത് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ലോ സ്പീഡാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹൈഡ്രോ ജനറേറ്ററിലെല്ലാം ഉപയോഗിക്കുന്നത് ഈ ടൈപ്പ് റോട്ടറാണ്. ലോ സ്പീഡിൽ ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് അതിന്റെ പോയിന്റ്സ് എഴുതാം. അപ്പൊ സാലിയന്റഡ് പോളിൽ എന്തെങ്കിലും പോൾസ് പ്രൊജക്റ്റഡ് ആണ്. രണ്ടാമത്തെ ലോ സ്പീഡാണ്. ആക്സിയൽ ലെങ്ത് ലോ ആണ്. ഡാമ്പർ വൈൻഡിങ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് മെയിൻ പോയിന്റ്സ് ഒക്കെ വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ സാലിയന്റഡ് പോള് റോട്ടറിന്റെ കൺസ്ട്രക്ഷൻ. അതുപോലെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈൻഡിങ്സ് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് വൈൻഡിങ് ആയിരിക്കും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കോൺസെൻട്രേറ്റഡ് വൈൻഡിങ് ആണ് ഇതിൽ ഉപയോഗിക്കുന്ന റോട്ടറിന്റെ വൈൻഡിങ്. അപ്പൊ ഇതാണ് സാലിയന്റഡ് പോൾ. ഇനി നമുക്ക് അടുത്ത് നോൺ സാലിയന്റഡ് പോളിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ റോട്ടറിന്റെ കൺസ്ട്രക്ഷൻ ആയ നോൺ സാലിയന്റഡ് പോൾ എന്ന് പറയാം. അപ്പൊ നോൺ സാലിയന്റഡ് പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിഗർ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഫിഗർ. അപ്പൊ ഇതിൽ രണ്ട് ടൈപ്പാണ് വന്നിരിക്കുന്നത്. ഒന്ന് 2 പോൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ 4 പോൾ. അപ്പൊ 2 പോളിന് ഉണ്ടാവും, അല്ലെങ്കിൽ 4 പോൾ. അപ്പൊ ഇതിന്റെ നമ്പർ ഓഫ് പോൾസ് കുറവായതുകൊണ്ട് ഇതിന്റെ സ്പീഡ് എന്തായിരിക്കും? ഹൈ സ്പീഡ് ആയിരിക്കും ഇതിലുണ്ടാവുന്നത്. അപ്പോൾ ഇതിന്റെ റോട്ടറിന്റെ കൺസ്ട്രക്ഷൻ നോക്കുക. അതില് റോട്ടറൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് എന്താണ്? സിലിക്കൺ സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ അത് ലാമിനേറ്റഡ് ആണ്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ പോൾസുകൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? അൺകട്ടഡ്, അതായത് കട്ട് ചെയ്യാത്ത പോർഷനാണ് നമ്മുടെ മെയിൻ പോളായിട്ട് ആക്ട് ആവുന്നത്. നമുക്ക് ഫിഗറിലേക്ക് നോക്കാം. ആ കട്ട് ചെയ്യാത്ത നോൺ കട്ടഡ് സ്ലോട്ട്സ് എന്തായിട്ട് മാറും? പോൾ ഫേസസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സ്പീഡാണ്. അതായത് സ്റ്റീം ടർബൈനിലെല്ലാം ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ ടൈപ്പ് റോട്ടറാണ്. ഹൈ സ്പീഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡയഗ്രാം നോക്കി അറിയാം. ഇതിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ കുറവും ആക്സിയൽ ലെങ്ത് വളരെ കൂടുതലാണ്. അതുപോലെ പോൾസ് പ്രൊജക്റ്റഡ് അല്ല. ഫ്ലക്സ് എല്ലാം എന്തായിരിക്കും? യൂണിഫോം ആണ്. പോൾസ് ഒന്നും എന്തല്ല? പ്രൊജക്റ്റഡ് അല്ല. അപ്പോൾ ഹൈ സ്പീഡ് ആപ്ലിക്കേഷന് വേണ്ടി എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ഇതിന്റെ ഹൈ സ്പീഡ് തന്നെ ആയിരിക്കും. കാരണം പോൾസ് കുറവായതുകൊണ്ട് നമുക്കറിയാം N=120 F/P. ഇപ്പോൾ പോൾസ് പറഞ്ഞ സ്പീഡ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുകൊണ്ട് ഈ ടൈപ്പ് റോട്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്പീഡ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഇതാണ് നോൺ സാലിയന്റഡ് റോട്ടറിന്റെ കൺസ്ട്രക്ഷൻ. അതുപോലെ നമ്മൾ ഇതില് ഡാമ്പർ വൈൻഡിങ് യൂസ് ചെയ്യുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോം ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ ഇതാണ് നോൺ സാലിയന്റ് പോളിന്റെ കൺസ്ട്രക്ഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മുടെ ആൾട്ടർനേറ്ററിന്റെ കൺസ്ട്രക്ഷനിൽ വരുന്നത്. അപ്പൊ ഒന്നുകൂടി പറയാം. അപ്പൊ ആൾട്ടർനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു AC ജനറേറ്റർ അല്ലെങ്കിൽ സിൻക്രണസ് മെഷീൻ തന്നെയാണ് നമ്മൾ എന്താ പറയുക? ആൾട്ടർനേറ്റർ എന്ന് പറയാം. ആൾട്ടർനേറ്റർ മെയിൻ ആയിട്ട് 2 പാർട്ടുകളുണ്ട്. ഒന്ന് സ്റ്റേറ്റർ ഉണ്ട്, റോട്ടർ ഉണ്ട്. സ്റ്റേറ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി ആയി നിൽക്കുന്ന പാർട്ടാണ്. അതായത് അതിൽ എന്തുണ്ടാവില്ല? മൂവിങ് പാർട്സുകൾ ഉണ്ടാവില്ല. റോട്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റൊട്ടേഷൻ ചെയ്യുന്ന പാർട്ടാണ്. അപ്പോൾ റൊട്ടേഷനായിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഫീൽഡാണ് റൊട്ടേഷൻ ചെയ്യുന്നത്. ആർമേച്ചർ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? സ്റ്റേഷനറി ആക്കി വെച്ചു. അപ്പോൾ സ്റ്റേറ്ററിൽ വരുന്ന പാർട്സ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഫ്രെയിം വരുന്നുണ്ട്,
സ്റ്റേറ്ററിന്റെ കോർ വരുന്നത്, സ്റ്റേറ്റർ വൈൻഡിങ് വരുന്നത്, സ്ലോട്ട്സ് വരുന്നത്. അപ്പൊ ഇതെല്ലാം വരുന്നത് സ്റ്റേറ്ററിലാണ്. റോട്ടറിൽ മെയിൻ ആയിട്ട് വരുന്നത് നമുക്ക് എന്തൊക്കെയാണ്? റോട്ടറിൽ വരുന്നത് പോൾസ് വരുന്നുണ്ട്, പിന്നെ നമുക്കറിയാം ബ്രഷ് അറിയാം, സ്ലിപ്പ് റിംഗ് അറിയാം, ഇതെല്ലാം ഓൾറെഡി നമ്മൾ പഠിച്ചാണ്. അപ്പൊ ഇതൊക്കെ എന്താണെന്നുള്ളത് ഇതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് റോട്ടറിന്റെ കൺസ്ട്രക്ഷൻ നമ്മൾ പഠിച്ചു, 2 ടൈപ്പാണ്, സാലിയന്റ് പോളും നോൺ സാലിയന്റ് പോളും. അപ്പൊ ഈ നോൺ സാലിയന്റ് പോളും സാലിയന്റ് പോളും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊന്ന് കമ്പാരിസൺ ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കുക, സാലിയന്റ് പോള് റോട്ടർ. സാലിയന്റ് പോൾ റോട്ടറിന്റെ പ്രത്യേകത ഓൾറെഡി ഞാൻ പറഞ്ഞാണ്. എന്തായിരിക്കും? പോൾസ് ആർ പ്രൊജക്റ്റഡ്. അതിന്റെ പോൾസ് ഒക്കെ എന്തായിരിക്കും? പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും അത് ഉണ്ടാവുക. ഇനി നോൺ സാലിയന്റ് പോൾ നോക്കിക്കഴിഞ്ഞാൽ അതെന്തായിരിക്കും? പ്രൊജക്റ്റഡ് ടൈപ്പ് അല്ല. അതായത് എങ്ങനെയായിരിക്കും? സ്മൂത്ത്ലി സർഫേസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്താ പറയാ? സിലിണ്ടറിക്കൽ റോട്ടർ എന്ന് പറയാനുള്ള കാര്യം. അപ്പൊ ഒന്നാമത്തെ ഡിഫറൻസ്, സാലിയന്റ് പോൾ എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റഡ് ആണ്, നോൺ സാലിയന്റ് പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കില്ല? പ്രൊജക്റ്റഡ് ആയിരിക്കില്ല. ഇനി രണ്ടാമത്തെ ഡിഫറൻസ് നോക്കുക, ലാർജ് ഡയമീറ്റർ ആണ്. അപ്പൊ അതിന്റെ കൺസ്ട്രക്ഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡയമീറ്റർ എന്തായിരിക്കും? ലാർജ് ആയിരിക്കും. അതുപോലെ നോൺ സാലിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമീറ്റർ എന്തായിരിക്കും? സ്മാൾ ആയിരിക്കും, വളരെ ചെറുതായിരിക്കും. കാരണം എന്താണ്? ഹൈ സ്പീഡ് ആപ്ലിക്കേഷൻ ആണ്. അതുപോലെ തന്നെ അതിന്റെ സ്മാൾ ആക്സിയൽ ലെങ്ത് വളരെ കൂടുതലായിരിക്കും. നോൺ സാലിയന്റിന്റെ ആക്സിയൽ ലെങ്ത്, അതായത് ടോട്ടൽ റോട്ടറിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. സാലിയന്റ് പോളിന്റെ ആക്സിയൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. ഇതിന്റെ ഡയമീറ്റർ കൂടുതലാണ്, ആക്സിയൽ ലെങ്ത് കുറവാണ്. നോൺ സാലിയന്റ് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ കുറവാണ്, ആക്സിയൽ ലെങ്ത് കൂടുതലായിരിക്കും. അതാണ് കൺസ്ട്രക്ഷൻ ഡിഫറൻസ്. ഇനി ഡാമ്പർ വൈൻഡിങ് നമ്മൾ സിലിണ്ടറിക്കലാണ്, സാലിയന്റ് പോളിലാണ് ഉപയോഗിക്കുക. അപ്പൊ സ്പീഡിലുള്ള വേരിയേഷൻ ഒഴിവാക്കാൻ, എന്താ വെച്ചാൽ ഹണ്ടിങ് എഫക്റ്റ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡാമ്പർ വൈൻഡിങ്. അപ്പോൾ ഡാമ്പർ വൈൻഡിങ് സാലിയന്റ് പോളിൽ നെസറാണ്. എന്തായാലും അത് ഉണ്ടായാലേ നമുക്ക് എന്ത് ചെയ്യാറ്റുള്ളൂ? ഈ സ്പീഡ് വേരിയേഷൻ ബാധിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഡാമ്പർ വൈൻഡിങ് ഉപയോഗിക്കണം. അപ്പൊ നോൺ സാലിയന്റ് പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ നെസറി ഇല്ല. കാരണം അതിലുണ്ടാകുന്ന ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആയതുകൊണ്ട് നമുക്ക് അവിടെ സ്പീഡ് വേരിയേഷൻ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് നോൺ സാലിയന്റ് പോളിൽ ഡാമ്പർ വൈൻഡിങ് ആവശ്യമില്ല. എന്നാൽ സാലിയന്റ് പോളിൽ ഡാമ്പർ വൈൻഡിങ് എന്തായിരിക്കും? ആവശ്യമാണ്. അതുപോലെ ലോ സ്പീഡിലായിരിക്കും, നമുക്കറിയാം എക്സാമ്പിൾ ഹൈഡ്രോ പവർ പ്ലാന്റിൽ, പവർ ജനറേഷനിലെല്ലാം ഉപയോഗിക്കുന്ന ലോ സ്പീഡാണ്, അവിടെ ഉപയോഗിക്കുന്നത് സാലിയന്റ് പോളാണ്. അതുപോലെ നോൺ സാലിയന്റ് എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡ് ആപ്ലിക്കേഷൻ ആണ്. എന്ന് വെച്ചാൽ സ്റ്റീം പവർ പ്ലാന്റിലെല്ലാം ഉപയോഗിക്കുന്ന ജനറേറ്ററുകളിൽ എന്തായിരിക്കും? ഹൈ സ്പീഡ് ആയിരിക്കും, അവിടെ ഉപയോഗിക്കുന്ന എന്തായിരിക്കും? നോൺ സാലിയന്റ് പോൾ ആയിരിക്കും ഉപയോഗിക്കുക. പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വിൻറ്റേജ് ലോസ് ഹൈ ആണ്. നമ്മുടെ സിലിണ്ടറിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലിയന്റ് പോൾ എന്ന് പറഞ്ഞാൽ പോൾസ് എല്ലാം പ്രൊജക്റ്റഡ് ആണ്, അതുകൊണ്ട് ഫ്ലക്സ് യൂണിഫോം അല്ല, അതിന്റെ ഗ്യാപ്പ് ഉണ്ടാവും. അത് കാരണം അവിടെ ഉണ്ടാവുന്ന വിൻറ്റേജ് ലോസ് കൂടുതലായിരിക്കും. പക്ഷെ നോൺ സാലിയന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സർഫേസ് യൂണിഫോം ആയതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന വിൻറ്റേജ് ലോസ് വളരെ കുറവായിരിക്കും. അപ്പൊ ഇതാണ് നമ്മളുടെ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ സാലിയന്റ് പോൾ ആൻഡ് നോൺ സാലിയന്റ് പോൾ റോട്ടർ.